അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിലെ 2025 SSLC പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 3, 8, 13 എക്സെട്ര ഇസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. 3, 8, 13 ഒരു സമാന്തര ശ്രേണിയാണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണുക. വാട്ട് ഈസ് ഇറ്റ്സ് 11th ടേം? ഈ ശ്രേണിയുടെ 11ാം പദം കാണുക. നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ് 3, 8, 13 എക്സെട്ര. ആദ്യം തന്നെ നമുക്ക് കാണേണ്ടത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. എന്താണ് കോമൺ ഡിഫറൻസ്? അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെയാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ 8ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. 13ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ് എന്ന് പറയാം. അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ഇറ്റ്സ് 11th ടേം? ഈ ശ്രേണിയുടെ 11ാം പദം കാണും. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ട് nth ടേം കാണാനുള്ള ഇക്വേഷൻ dn പ്ലസ് എഫ് മൈനസ് ടി അല്ലെങ്കിൽ എഫ് പ്ലസ് എൻ മൈനസ് 1d. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ കാണാം. 11th ടേം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് nth ടേമിന്റെ ഇക്വേഷൻ എടുത്തെഴുതാം. nth ടേം ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ടി. ഇവിടെ നമുക്ക് കാണേണ്ടത് 11th ടേം ഈക്വൽ ടു ഡി എത്രയാണ്? കോമൺ ഡിഫറൻസ് 5 ആണ്. ഇൻറ്റു എൻ എത്രയാണ്? ഇവിടെ നമുക്ക് 11ാമത്തെ പദമാണ് കണ്ടത്, അതുകൊണ്ട് എൻ 11 പ്ലസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഈ സീക്വൻസിന്റെ ആദ്യ പദം ഏതാണ്? 3 ആണ്. മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ഈക്വൽ ടു 5 × 11 55 പ്ലസ് 3ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? മൈനസ് 2. അതായത് 55 മൈനസ് 2 എത്രയാണ്? 50. അതായത് ഈ സീക്വൻസിന്റെ 11ാമത്തെ പദം അല്ലെങ്കിൽ 11th ടേം എന്ന് പറയുന്നത് 53 ആണ്. അടുത്ത ചോദ്യം, കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 2, 8, 14 എക്സെട്ര 2, 8, 14 എക്സെട്ര എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ദ ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 6? ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 6 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് 176 എ ടേം ഓഫ് ദിസ് സീക്വൻസ്? വൈ? 176 ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ? എന്തുകൊണ്ട്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ് 2, 8, 14 എക്സെട്ര. ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ സീക്വൻസിലെ ഫസ്റ്റ് ടേം ആണ് അഥവാ ആദ്യ പദം. ഈ സീക്വൻസിലെ ആദ്യത്തെ ടേം അല്ലെങ്കിൽ ആദ്യ പദം ഏതാണ്? 2. അടുത്തതായി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. എന്താണ് കോമൺ ഡിഫറൻസ്? അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് കോമൺ ഡിഫറൻസ്. ഇവിടെ 8ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6 ആണ്. 14ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6. അപ്പൊ നമ്മൾ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എടുത്തെടുത്തു. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് വെൻ ദ ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ 6? ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്താണ്? ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ് 6. അതായത് ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസം അതായത് കോമൺ ഡിഫറൻസ് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്ക് 2നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2ൽ എത്ര 6 ഉണ്ട്? 2ൽ 6 ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ടതിന് ശേഷം നമുക്ക് 2ന്റെ അടുത്തായിട്ട് ഒരു 0 ഉണ്ട്. 20ൽ എത്ര 6 ഉണ്ട്? 6, 12, 18. 3 6 ഉണ്ട്. 3 × 6 18. 20ൽ നിന്ന് 18 പോയാൽ എത്രയാണ്? 2. അതുപോലെ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ടാമത്തെ ടേമായ 8നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8ൽ എത്ര 6 ഉണ്ട്? 8ൽ 1 6. 1 × 6 6. 8ൽ നിന്ന് 6 പോയാൽ 2. ഇനി ഈ സമാന്തര ശ്രേണിയിലെ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ അടുത്ത ടേമായ 14നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6, 12. അങ്ങനെ 2 6 ആണ്. 2 × 6 12. 14ൽ നിന്ന് 12 പോയാൽ എത്രയാണ്? റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 2. അപ്പോൾ ഈ സീക്വൻസിലെ എല്ലാ ടേംസിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. റിമൈൻഡർ
അഥവാ ശിഷ്ടം ഈക്വൽ ടു 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് 176 എ ടേം ഓഫ് ദിസ് സീക്വൻസ്? ഈ 176 ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ? എന്തുകൊണ്ട്? നമ്മുടെ എട്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ആൾ ടേംസ് ഓഫ് എ സീക്വൻസ് ഹാവ് ഈക്വൽ റിമൈൻഡർ വെൻ ദ ടേംസ് ആർ ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ്. അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഈക്വൽ ആയിരിക്കും. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തെയും കോമൺ ഡിഫറൻസ്, അതായത് പദവ്യത്യാസം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ശിഷ്ടം സെയിം അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടുത്തെ ഈ സീക്വൻസിലെ എല്ലാ ടേംസിനെയും നമ്മൾ 6 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എത്രയാണ്? 2. അങ്ങനെയാണെങ്കിൽ 176 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് കണ്ടുപിടിക്കാൻ 176നെ പദവ്യത്യാസമായ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2 റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 176 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു പദമാണ് അല്ലെങ്കിൽ ഒരു ടേം ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് 176നെ ഒന്ന് ഹരിച്ചു. 176 ഡിവൈഡഡ് ബൈ 6. 17 എത്ര 6 ഉണ്ട്? 6 12 2 2 × 6 12. 7 2 പോയാൽ 5. 6നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറക്കി എഴുതുകയാണ്. 56 എത്ര 6 ഉണ്ട്? 9 6 54 ആണ്. 56 നിന്ന് 54 പോയാൽ 2. അതായത് 176നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 176 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണെന്ന് പറയാം. അതായത് 176 is a term of this sequence because when dividing 176 by 6 we get the remainder 2. അതായത് 176 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. കാരണം 176നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 ആണ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം, തുക കാണുക. 4 സീക്വൻസുകൾ തന്നിട്ടുണ്ട്, അതിന്റെ തുക കാണാനാണ് ചോദ്യം. നമ്മുടെ ഇക്വേഷൻസിൽ മൂന്നാമത് പറയുന്നത് സം ഓഫ് nth ടേം, അതായത് n പദങ്ങളുടെ തുക എന്ന് പറയുന്നത്. അവിടെ 2 ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ n/2 × f + l. f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, അതായത് ആദ്യ പദം. l എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്, അതായത് അവസാന പദം. രണ്ടാമത്തെ ഇക്വേഷൻ n/2 × 2f + n - 1 × d. ഇതിൽ f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഇവിടെ എല്ലാ സീക്വൻസുകളിലും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമുകളും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. n/2 × f + l എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എടുത്തത് സം ഓഫ് nth ടേം അഥവാ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് n/2 × ഫസ്റ്റ് ടേം ആദ്യ പദം പ്ലസ് ലാസ്റ്റ് ടേം അഥവാ അവസാന പദം. ഇതാണ് ഇക്വേഷൻ. അപ്പോ എല്ലാ സീക്വൻസുകളിലും ആദ്യ പദവും അവസാന പദവും തന്നിട്ടുണ്ട്. പക്ഷെ എത്ര നമ്പർ ഓഫ് ടേംസ് ഈ സീക്വൻസിൽ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അപ്പോൾ ഇതിൽ ഓരോ സീക്വൻസിന്റെയും സമ്മ് കാണാൻ എല്ലാത്തിന്റെയും നമ്പർ ഓഫ് ടേംസ് അഥവാ എത്ര പദങ്ങൾ ഓരോ സീക്വൻസിലും ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മുടെ 10ാമത്തെ ഇക്വേഷൻ നമ്പർ ഓഫ് ടേംസ് ഇൻ എ സീക്വൻസ്, ഒരു സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n = l - f ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് d + 1. ലാസ്റ്റ് ടേം അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പദവ്യത്യാസം പ്ലസ് 1. ഇതാണ് ഇക്വേഷൻ. നമ്പർ ഓഫ് സീക്വൻസ് കാണാനുള്ള നമ്പർ ഓഫ് ടേംസ്, ഒരു സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ n = l - f ഡിവൈഡഡ് ബൈ d + 1. അപ്പൊ ആദ്യം ഓരോ സീക്വൻസിന്റെയും സമ്മ് കാണാൻ ആദ്യം നമുക്ക് n കാണണം. അതിനുശേഷം നമുക്ക് സം ഓഫ് nth ടേം കാണാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 1 + 2 + 3 + etc. + 20. ആദ്യം തന്നെ നമുക്ക് നമ്പർ ഓഫ് ടേംസ്, ഈ സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ എത്ര പദങ്ങൾ ഉണ്ടെന്ന് കാണാം. l - f ഡിവൈഡഡ് ബൈ d + 1.
ഈക്വൽ ടു ഇവിടുത്തെ ലാസ്റ്റ് ടേം എത്രയാണ് 20 മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ് 1 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്, അതായത് അടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, 2 1 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 1, 3 2 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 1. അതായത് ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പദവ്യത്യാസം എന്ന് പറയുന്നത് 1. 20 നിന്ന് 1 പോയാൽ 19 ബൈ 1 പ്ലസ് 1. 19 ബൈ 1 19 തന്നെ പ്ലസ് 1 ഈക്വൽ ടു 20. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 20 നമ്പർ ഓഫ് ടേംസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 20 നമ്പർ ഓഫ് ടേംസിന്റെ സം ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു f പ്ലസ് n ഈക്വൽ ടു n എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 20 ബൈ 2 ഇൻറ്റു നമ്മുടെ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എത്രയാണ്? 1 ആണ്. ലാസ്റ്റ് ടേം 20. 20 ബൈ 2 എത്രയാണ്? 10 ഇൻറ്റു 1 പ്ലസ് 20 21. 10 ഇൻറ്റു 21 210 അഥവാ 210. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 20 എന്ന് പറയുന്നത് എത്രയാണ്? ഉത്തരം 210. അടുത്ത ക്വസ്റ്റ്യൻ, ബി 5 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് എക്സെട്ര പ്ലസ് 100. ആദ്യം തന്നെ നമുക്ക് ഈ സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് കാണാം. n ഈക്വൽ ടു L മൈനസ് എഫ് ഡിവൈഡഡ് ബൈ d പ്ലസ് 1 ഈക്വൽ ടു ഇവിടുത്തെ ലാസ്റ്റ് ടേം എത്രയാണ്? 100 മൈനസ് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം 5 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്, അതായത് പൊതു വ്യത്യാസം, അടുത്തുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ വ്യത്യാസം. 10ൽ നിന്ന് 5 പോയാൽ 5 ആണ്. 15ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണെന്ന് പറയാം. പ്ലസ് 1. 100ൽ നിന്ന് 5 പോയാൽ 95 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1 ഈക്വൽ ടു 95 ബൈ 5 എത്രയാണ്? 90 പ്ലസ് 1 20. നേരത്തെ സീക്വൻസ് പോലെ തന്നെ ഈ സീക്വൻസിലും 20 നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് കാണേണ്ടത് സം. സം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു f പ്ലസ് n ഈക്വൽ ടു n എത്രയാണ്? 20 ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം 5, ലാസ്റ്റ് ടേം എത്രയാണ്? 100. 20ന്റെ പകുതി എത്രയാണ്? 10 ഇൻറ്റു 5. 100 പ്ലസ് 5 105 അഥവാ 105 ഈക്വൽ ടു 10 ഇൻറ്റു 105 എത്ര വരും? 1050 1050. അപ്പൊ നമുക്ക് എന്ത് പറയാം? 5 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് എക്സെട്ര പ്ലസ് 100 എത്രയാണ്? 1050. അടുത്ത ക്വസ്റ്റ്യൻ, 8 പ്ലസ് 13 പ്ലസ് 18 പ്ലസ് എക്സെട്ര പ്ലസ് 103. ആദ്യം തന്നെ ഈ സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് കാണാം. n ഈക്വൽ ടു L മൈനസ് എഫ് ഡിവൈഡഡ് ബൈ d പ്ലസ് 1 ഈക്വൽ ടു ഇവിടുത്തെ ലാസ്റ്റ് ടേം എത്രയാണ്? 103. അതായത് അവസാന പദം 103 ആണ്. ഫസ്റ്റ് ടേം എത്രയാണ്? 8. ആദ്യ പദം 8 ബൈ ഇവിടുത്തെ കോമൺ ഡിഫറൻസ്, അതായത് പൊതു വ്യത്യാസം, 13ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. 18ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് 5 പ്ലസ് 1 ഈക്വൽ ടു
103 നിന്ന് 8 പോയാൽ എത്രയാണ്? 95 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1 ഈക്വൽ ടു 95 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 19 പ്ലസ് 1 ഈക്വൽ ടു 20. അപ്പോൾ ഈ സീക്വൻസിന്റെയും നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സമ്മ് കാണാം. സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു എഫ് പ്ലസ് എഫ് ഈക്വൽ ടു n എത്രയാണ്? 20 ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം 8, ലാസ്റ്റ് ടേം അവസാന പദം 103 ഈക്വൽ ടു 20ന്റെ പകുതി, അതായത് 20/2 എത്രയാണ്? 10 ഇൻറ്റു 103 പ്ലസ് 8 എത്രയാണ്? 111 ഈക്വൽ ടു 10 ഇൻറ്റു 111 എത്രയാണ്? 1110 1110. അതായത് 8 പ്ലസ് 13 പ്ലസ് 18 പ്ലസ് എക്സെട്ര പ്ലസ് 103 എത്രയാണ്? 1110. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 4 പ്ലസ് 9 പ്ലസ് 14 പ്ലസ് എക്സെട്ര പ്ലസ് 99. ആദ്യം തന്നെ നമ്പർ ഓഫ് ടേംസ് കാണാം. n ഈക്വൽ ടു L മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. ഇവിടെ എത്ര ലാസ്റ്റ് ടേം? 99, അവസാന പദം 99 മൈനസ് ഫസ്റ്റ് ടേം ആദ്യ പദം എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്, അതായത് അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 9ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. 14ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. അതുകൊണ്ട് തന്നെ ഡി കോമൺ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. പ്ലസ് 1. 99ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 95 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1 ഈക്വൽ ടു 95 ഡിവൈഡഡ് ബൈ 5 19 പ്ലസ് 1 ഈക്വൽ ടു 20. അതായത് ഈ സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 20 നമ്പർ ഓഫ് ടേംസ്. അടുത്തതായിട്ട് കാണേണ്ടത് സം ആണ്. സം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം പ്ലസ് ലാസ്റ്റ് ടേം അവസാന പദം ഈക്വൽ ടു n എത്രയാണ്? 20. 20ന്റെ 20/2 ഇൻറ്റു ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം 4 ആണ്, ലാസ്റ്റ് ടേം എത്രയാണ്? 99 ഈക്വൽ ടു 20ന്റെ പകുതി 20/2 10 ഇൻറ്റു 99 പ്ലസ് 4 എത്രയാണ്? 103. 10 ഇൻറ്റു 103 എത്രയാണ്? 1030, അതായത് 1030. അതായത് നമുക്ക് എന്ത് പറയാം? 4 പ്ലസ് 9 പ്ലസ് 14 പ്ലസ് എക്സെട്ര പ്ലസ് 99 എന്ന് പറയുന്നത് 1030 ആണ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. 6th term of an arithmetic sequence is 27 and 16th term is 67. ഒരു സമാന്തര ശ്രേണിയുടെ 6ാം പദം 27ഉം 16ാം പദം 67ഉമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്. രണ്ടാമത്തത് ഫൈൻഡ് ദ ഫസ്റ്റ് ടേം, ഈ ശ്രേണിയുടെ ആദ്യ പദം കാണുക. മൂന്നാമത്തെ ചോദ്യം റൈറ്റ് ഇറ്റ്സ് ആൾജിബ്രൈക് ഫോം, ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 31 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്, ഈ ശ്രേണിയിലെ ആദ്യത്തെ 31 പദങ്ങളുടെ തുക കാണുക. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്താണ്? 6th ടേം എത്രയാണ്? 27 ആണ്. അതേപോലെ 16th ടേം എത്രയാണ്? 67. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള രണ്ട് കാര്യം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. അതിന് ഇതിലെ 6ാമത്തെ ഇക്വേഷൻ നോക്കാം. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാം. ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ നമുക്ക് രണ്ട് ടേംസുകളും അവരുടെ പൊസിഷൻസുകളും തന്നിട്ടുണ്ട്. അതായത് 6th ടേം 27 ആണെന്നും 16th ടേം 67 ആണെന്നും തന്നിട്ടുണ്ട്. അതായത് ടേം ഡിഫറൻസ്, ഇവിടെ ഈ രണ്ട് ടേമും തമ്മിലുള്ള ഡിഫറൻസ് അപ്പൊ എത്രയായിരിക്കും?
അതായത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 67 മൈനസ് 27 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് സ്ഥാനങ്ങൾ, ഈ രണ്ട് പദങ്ങളുടെയും സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 16 മൈനസ് 6 ഈക്വൽ ടു 67 നിന്ന് 27 പോയാൽ എത്രയാണ്? 40. 16 നിന്ന് 6 പോയാൽ എത്രയാണ്? 10. 40 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 4. അതായത് കോമൺ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? 4 എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്തു? അതായത് കോമൺ ഡിഫറൻസ് അഥവാ പദവ്യത്യാസം എന്ന് പറയുന്നത് 4 ആണ്. അടുത്തതായിട്ട് ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ആണ് നമുക്ക് കാണുന്നത്. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പദവ്യത്യാസം എന്നത് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 6th ടേം എന്ന് പറയുന്നത് 27 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടുത്തെ ഒന്നാമത്തെ ഇക്വേഷൻ പ്രകാരം nth ടേമിന്റെ ഇക്വേഷൻ എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ഡി. അതായത് 6th ടേമിനെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 6th ടേം ഈക്വൽ ടു nth ടേമിന്റെ ഇക്വേഷൻ എന്താണ്? d ഇൻറ്റു എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്താണ് ഇവിടെ? 4 ഇൻറ്റു എൻ എന്ന് പറയുന്നത് ഇവിടുത്തെ എത്രാമത്തെ ടേം ആണ്? 6 പ്ലസ് എഫ് എന്താണ്? ഫസ്റ്റ് ടേം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് മൈനസ് കോമൺ ഡിഫറൻസ് അതായത് പൊതുവ്യത്യാസം എത്ര തന്നെയാണ്? 4 ഈക്വൽ ടു 6th ടേം 27 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ എഫ് മാത്രമാണ് അറിയാത്തതായിട്ട് അൺനോൺ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? എഫ് കണ്ടുപിടിക്കാം. 4 ഇൻറ്റു 6 എത്രയാണ്? 24 പ്ലസ് എഫ് മൈനസ് 4 ഈക്വൽ ടു 27. ഇനി എഫിനെ മാത്രം ഇവിടെ നിർത്തി ബാക്കി എല്ലാ ഡിജിറ്റ്സിനെയും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 27 ഇവിടെ പ്ലസ് 24 എന്താവും? മൈനസ് 24 മൈനസ് 4 എന്താവും? പ്ലസ് 4. 27 മൈനസ് 24 പ്ലസ് 4 എത്രയാണ്? 7 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസും അതുപോലെ 6th ടേമിന്റെ ഇക്വേഷൻ nth ടേം ഇക്വേഷന് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ടേം 7 ആണെന്ന് കിട്ടി. അതായത് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 4 എന്നും ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയുന്നത് 7 ആണെന്നും കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഇറ്റ്സ് ആൾജിബ്രൈക് ഫോം. ആൾജിബ്രൈക് ഫോം എഴുതുന്നത് എങ്ങനെയാണെന്ന് രണ്ടാമതായിട്ട് പറയുന്നു. ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം എങ്ങനെയാണ് കാണുക? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. nth ടേമിന്റെ സെയിം ഇക്വേഷൻ ആണ്, പക്ഷെ നമ്മളിവിടെ എന്നിന് വാല്യൂസ് ഒന്നും ഇട്ട് കൊടുക്കില്ല. അപ്പൊ ആൾജിബ്രൈക് ഫോം equal to d into n plus f minus d. d എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. എഫ് എന്താണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. n നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടെ എന്നിന് നമ്മൾ എന്ത് ചെയ്യില്ല? ഒരു വാല്യൂ ഇട്ട് കൊടുക്കണം. d നമുക്ക് കിട്ടിയിട്ടുണ്ട് 4, n പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ്? 7 മൈനസ് d കോമൺ ഡിഫറൻസ് 4 ഈക്വൽ ടു 4n പ്ലസ് 7 മൈനസ് 4 എത്രയാണ്? 3. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം എത്രയാണ്? 4n പ്ലസ് 3. അടുത്തതായിട്ട് നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ഫസ്റ്റ് 31 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഇതിൽ മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് സം ഓഫ് nth ടേം എന്താണ്? n/2 ഇൻറ്റു എഫ് പ്ലസ് എൽ. അതായത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? അവസാന പദം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കുവാൻ സാധിക്കില്ല. അടുത്ത ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ടി. ഇതിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്കറിയാം. അതുകൊണ്ട് ഈ ഇക്വേഷൻ ആണ് നമ്മൾ സമ്മ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സം ഓഫ് ഫസ്റ്റ് 31 ടേംസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതാണ് n
by 2 into 2f plus n minus 1 into t equal to, ഇവിടെ n എത്രയാണ്? നമുക്ക് ഫസ്റ്റ് 31 ടേംസിന്റെ ആദ്യം 31 പദങ്ങളുടെ സമ്മാണ് കാണേണ്ടത്. അതുകൊണ്ട് n 31 by 2 into 2 into ഈ സീക്വൻസിലെ ആദ്യ പദം എത്രയാണ്? ഫസ്റ്റ് ടേം 7 പ്ലസ് n എത്ര തന്നെയാണ്? 31 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ് ഈ സീക്വൻസിലെ? 4. 31/2 എത്രയാണ്? പോയിന്റ് ആണ് കിട്ടുക, അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ എഴുതുകയാണ്. ഇൻറ്റു 2 ഇൻറ്റു 7 എത്രയാണ്? 14 പ്ലസ് 31 നിന്ന് 1 പോയാൽ എത്രയാണ്? 30. 30 ഇൻറ്റു 4 എത്രയാണ്? 120. 31/2 ഇൻറ്റു 14 പ്ലസ് 120 എത്രയാണ്? 134 ഈക്വൽ ടു 134ന്റെ പകുതി എത്രയാണ്? 134 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 67. അപ്പോ 31 ഇൻറ്റു 67 ഈക്വൽ ടു 2077, 2077. അതായത് ഈ സീക്വൻസിന്റെ സം ഓഫ് ഫസ്റ്റ് 31 ടേംസ് 2077 ആണ്. ഇത്രയാണ് 2025 അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരവും. ഈ 10 കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ നിന്നും ഏത് ചോദ്യങ്ങൾ വന്നാലും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 10 കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് എന്ന പാഠഭാഗത്തിലെ 2024 SSLC എക്സാമിനേഷനിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.